എന്താ അമ്മ ഇത്? അമ്മ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കുകയാണോ? അമ്മ എന്താ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കുന്നത്? മോനെ പ്രകാശ, ഈ സാരി ഉണ്ടല്ലോ നമ്മുടെ കൊച്ചുമോള് കാർത്തിക കൊണ്ടു തന്നതാ. ഈ സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ ഒരുങ്ങിയപ്പോൾ നിന്റെ ഭാര്യ ദീപയേക്കാളും 10 വയസ്സ് കുറവ് അമ്മയ്ക്കല്ലേ മോനെ? ഓഹ് പിന്നെ അല്ലാതെ എൻ്റെ അമ്മയെ കാണാൻ ആദ്യം സുന്ദരിയല്ലേ അമ്മേ, എൻ്റെ അല്ലേ അമ്മ എന്നൊക്കെ പറയുകയാണ് നമ്മുടെ അമ്മയും മോനും. എന്തിനായിരിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക? എന്തിനായിരിക്കണം അമ്മ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുള്ളത് ഈ വയസ്സാകാലത്ത് എന്നൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആകാംക്ഷയുണ്ടാവും. അത് പറയാൻ റെഡിയായിട്ട് ഞാനിങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുമാത്രമല്ല ബെല്ലൈക്കൻ കൂടി അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ കാദംബരി ചോദിക്കുകയാണ്, അല്ല ചേച്ചി, സോറി ചേച്ചി എന്നല്ല, ദീപയുണ്ട് നമ്മുടെ കാദംബരിയും കൂടി ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കാദംബരി ചോദിക്കുകയാണ്, അല്ല കല്യാണി, നിന്നെയും കിരൺ സാറിനെയും വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവരുടെ വർക്കൊക്കെ നിങ്ങൾ രണ്ടുപേരും ആണല്ലോ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നെ എന്തിനാണ് വിളിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് കാദംബരി. അപ്പോൾ നമ്മുടെ കല്യാണി പറയണേ, എൻ്റെ ചേച്ചി എൻ്റെ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. അത് ചിലപ്പോൾ നീ പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷെ എന്തൊക്കെ പറയാനും വലിയ മനസ്സാണ് ആ കാർത്തിക മാഡത്തിൻ്റേത്. എത്ര സ്നേഹമായിട്ടാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത്. ശരിക്കും സ്വന്തം ആളിനെ പോലെയാണ് നമ്മളെയൊക്കെ അവർ കരുതിയിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ദീപ പറയുകയാണ്, അല്ലെങ്കിലും കല്യാണി മോളോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം കാണുമ്പോൾ തന്നെ തോന്നുമല്ലോ, അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതേ സമയത്ത് നമ്മുടെ പ്രകാശൻ ഒരുങ്ങുകയാണ്, നമ്മുടെ പുതിയ ഷർട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങുകയാണ്. നമ്മുടെ മൂങ്ങ നേരത്തേക്ക് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എൻ്റെ പൊന്നോ, മൂങ്ങ മുത്തശ്ശി ഒരു അടിപൊളി സെറ്റപ്പിലാണ് നമ്മുടെ മൂങ്ങ വന്നിരിക്കുന്നത്. നമ്മുടെ മൂങ്ങ നല്ല ഡാർക്ക് ഓറഞ്ച് കളർ സാരി ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന് മാച്ച് ചെയ്യുന്ന ഓറഞ്ച് കളർ പൊട്ട്, ലിപ്സ്റ്റിക്ക്, 2 മാല എന്നൊക്കെ വേണ്ട ഭയങ്കര സെറ്റപ്പിലാണ് നമ്മുടെ മൂങ്ങ വന്നിരിക്കുന്നത്. എടാ മോനെ പ്രകാശ. അപ്പോൾ ഉടനെ പ്രകാശം നോക്കിയിട്ട്, അയ്യോ ഇതാരിത്? എൻ്റെ അമ്മയാണോ ഈ മുന്നിൽ വന്ന് നിൽക്കുന്നത്? കൊച്ചു പെണ്ണിനെ പോലെ ഉണ്ടല്ലോ അമ്മേ. എന്താ അമ്മ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിരിക്കുന്നത്? എടാ മോനെ പ്രകാശ, ഇതെല്ലാം നമ്മുടെ ആ കുഞ്ഞില്ലേ കാർത്തിക, ആ മോള് കൊണ്ടു തന്നതാ. ഈ സാരിയും ഈ ലിപ്സ്റ്റിക്കും ഈ പൊട്ടും ഇതെല്ലാം കൊണ്ടു തന്നിട്ട് എൻ്റെ മോള് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അമ്മൂമ്മ ഇതെല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് വേണം, നല്ല പ്രൗഢിയോടുകൂടി വേണം വരേണ്ടതെന്നാണ്. അപ്പോൾ പിന്നെ ആ മോക്ക് നാണക്കേട് ഉണ്ടാക്കി വെക്കാൻ കൊള്ളാമോടെ പ്രകാശ? അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നന്നായിട്ട് ഒരുങ്ങിയത്. എങ്ങനെയുണ്ട്? അപ്പോൾ പ്രകാശം പറയണ, എൻ്റെ അമ്മ അല്ലെങ്കിലും കാണാൻ സൂപ്പറല്ലേ അമ്മേ, അടിപൊളിയല്ലേ അമ്മയെ കാണാൻ. അപ്പോൾ അമ്മ പറയണേ, അതേടാ പ്രകാശ, ഇപ്പോൾ എന്നെ കണ്ടാ നിൻ്റെ ചേച്ചിയാണെന്നല്ലേ പറയുള്ളൂ. അപ്പോൾ ഉടനെ പ്രകാശം പറയണം, അത് ശരിയാ. എടാ പ്രകാശ, നിൻ്റെ ഭാര്യ ദീപയില്ലേ, അവൾക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ ഉണ്ട്. അവളാണ് ഏറ്റവും വലിയ സുന്ദരി എന്ന് പറഞ്ഞാണ് അവളിരിക്കുന്നത്. ശരിക്കും ഇപ്പം കണ്ട അവളേക്കാൾ ഒരു 10 വയസ്സ് കുറവാണ് എനിക്കെന്നല്ലേടാ മോനെ തോന്നുള്ളൂ. അപ്പോൾ ഉടനെ പ്രകാശം പറയണ, അത് ശരി തന്നെ അമ്മ, അത് ശരി തന്നെ. കണ്ടില്ലേ അമ്മ, എൻ്റെ ഷർട്ട് നോക്ക്, എന്തൊരു മോഡേൺ ഷർട്ടാണെന്ന് നോക്കുമ്പോൾ ഈ ഷർട്ടിനൊക്കെ എന്തോരം വിലയായിട്ടുണ്ടാവും. ഈ ഷർട്ടും ഈ കസവും മുണ്ടൊക്കെ മോൾ എനിക്ക് കൊണ്ട് തന്നതാണ്. അച്ഛൻ ഇതൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വേണം വരാനെന്നാണ് എൻ്റെ മോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൂങ്ങ പറയണ, ശരിയാടാ പ്രകാശ, നിൻ്റെ ഷർട്ടൊക്കെ നന്നായിട്ടുണ്ടടാ പ്രകാശ, ഇതിട്ടപ്പോഴുണ്ടല്ലോ നിന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ പ്രകാശം പറയണേ, ശരിയാ അമ്മേ, ശരിയാ, ഇനിയിപ്പോൾ നമുക്ക് രാജയോഗം അമ്മേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോൻ്റെ ഭാഗ്യം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഈ വയസ്സാം കാലത്ത് അനുഭവിക്കാനായിട്ട് യോഗം ഉണ്ടായിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അമ്മേ, എനിക്കൊരു 25,000 രൂപ മോള് തരുമെന്ന് പറഞ്ഞിരിക്കുകയാണ് മാസം തോറും. അതാടാ പ്രകാശ, അതാണ്. എടാ പ്രകാശ, പൈസ കിട്ടുമ്പോൾ നിൻ്റെ സ്വഭാവം മാറരുത് കേട്ടോ. നിൻ്റെ പഴയ കുരുത്തക്കേടുകളൊന്നും നീ പുറത്തേക്ക് എടുക്കരുത്. ആ മോളെ നമ്മൾ നമ്പി നിന്നാലുണ്ടല്ലോ നമ്മുടെ ജീവിതം വച്ചടി കയറ്റണം. അതേ അമ്മേ, എങ്ങനെയെങ്കിലും അവളുടെ കാലും കൈയും പിടിച്ചെങ്കിലും എങ്ങനെയെങ്കിലും നമ്മുടെ കുഞ്ഞിനെ ഇങ്ങ് ഇറക്കണം അമ്മേ. അവനും കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ ഈ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അടിച്ച് പൊളിച്ചങ്ങ് ജീവിക്കാം. ഉടനെ തന്നെ നമ്മുടെ മൂങ്ങ പറയണേ, എടാ പ്രകാശ,
പ്രകാശ, നീ അവനെ ഇറക്കുന്നതൊക്കെ ശരി തന്നെ, അവനോട് പറയണം പഴയതുപോലുള്ള അവൻ്റെ തരികിട സ്വഭാവങ്ങളൊന്നും വെളിയിൽ എടുക്കരുതെന്ന് പറയണം. എൻ്റെ അമ്മ എന്തിനാ അമ്മ അത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ പറയണ്ടേ ഏടാ അതൊക്കെ? ഞാൻ നിൻ്റെ കൂടെയല്ലേ പറഞ്ഞത്, ഞാൻ പുറത്തൊന്നും ഇറങ്ങി പറഞ്ഞിട്ടില്ലല്ലോ. ആ, അതൊക്കെ ശരി തന്നെ അമ്മ, അതൊക്കെ അങ്ങ് വിട്ടുകളാ. എന്തായാലും നമ്മുടെ കൊച്ചിനൊരു അബദ്ധം പറ്റി, ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും അവനും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തുള്ളൂ അമ്മേ. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അവളുടെ കാലും കൈയും പിടിച്ചെങ്കിലും ഞാൻ എൻ്റെ മോനെ ഇറക്കും. എടാ പ്രകാശ, അങ്ങനെ കാലും കൈയൊന്നും പിടിക്കേണ്ടിയൊന്നും വരില്ല, അല്ലാതെ തന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നോളാ മോള്. എടാ പ്രകാശ, നിനക്ക് കേൾക്കണോ? എൻ്റെ കൂടെ ആ കുഞ്ഞ് പറഞ്ഞത് എന്താണെന്നറിയാമോ? അമ്മൂമ്മയ്ക്ക് അച്ചാറും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ, അപ്പോൾ നമ്മുടെ കമ്പനിയുടെ മുഴുവൻ മേൽനോട്ടവും, അതായത് പാചകത്തിൻ്റെ മേൽനോട്ടം അമ്മൂമ്മ ഏറ്റെടുക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എടാ പ്രകാശ, ഇത്രയും മനസ്സിന് ഇത്രയും പഞ്ഞിമുട്ടായി പോലത്തെ മനസ്സുള്ളൊരു മോളായിപ്പോയല്ലോടാ പ്രകാശ അത് എന്നൊക്കെ പറയണം. അപ്പോൾ പ്രകാശം പറയണം, അതേ അമ്മേ, എന്തായാലും എനിക്ക് 25,000 രൂപ കിട്ടും. എനിക്കും കിട്ടൂടാ പ്രകാശ. നമുക്ക് 2 പേർക്കും ഒരു 5 പൈസ ചിലവില്ലാതെ ഭക്ഷണം കിട്ടും. അതുമാത്രമല്ലല്ലോ, എനിക്കും കിട്ടും എന്തായാലും നല്ലൊരു തുക. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാടാ പ്രകാശ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് പൈസയുടെ ആവശ്യമില്ലല്ലോ, നമുക്ക് ഭക്ഷണമൊക്കെ ഇവിടുന്ന് ഫ്രീ അല്ലേ, പിന്നെ ഡ്രസ്സും തരുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ കുഞ്ഞ് പറഞ്ഞ എന്താണെന്നറിയാമോ? അമ്മൂമ്മയ്ക്ക് വേണ്ട ചികിത്സാ ചെലവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുഞ്ഞ് നോക്കിക്കോളാന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ തൈലവും കുഴമ്പും എല്ലാം മോള് നോക്കിക്കോളാന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമുക്ക് എന്തുവാടാ പൈസ ചിലവ്? ഇനി അഥവാ പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് തിന്നും കുടിച്ച് ഇവിടെ അങ്ങ് ജീവിച്ചൂടെ? അത് മാത്രമല്ലല്ലോടെ പ്രകാശ, AC-യുടെ തണുപ്പ് എൻ്റെ പൊന്നോ, ചൂടി പുതച്ച് ചുരുണ്ട് മടങ്ങി AC-ക്കുള്ളിൽ കിടന്നാലുണ്ടല്ലോടാ, ഇതിപ്പരം സുഖം വേറെ എന്താ മോനെ ഉള്ളത്? നമുക്കിങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പോവാടാ പ്രകാശ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പ്രകാശം പറയണം, അമ്മേ ഇപ്പം തന്നെ സമയം താമസിച്ചു, മോള് നമ്മളെ കാത്ത് വെയിറ്റ് ചെയ്യുകയായിരിക്കും, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം. ഇറങ്ങിച്ചെല്ലാം, പക്ഷെ ഒരു കണ്ടീഷൻ. എടാ പ്രകാശ, നമ്മൾ 2 പേരും കൂടെ നിൽക്കുന്ന ഒരു സെൽഫി അങ്ങ് എടുക്കടാ മോനെ. ആഹാ, കിളവിയുടെ പൂതി കണ്ടില്ലേ? ഇത് സെൽഫി എന്നൊക്കെ പറയാൻ എന്നാ അമ്മേ പഠിച്ചത്? അതൊക്കെ ഞാൻ പഠിച്ചടാ. നമ്മൾ ഇനിയെങ്കിലും കുറച്ച് മാറി ചിന്തിക്കണ്ടേടാ. ചിന്തിക്കണം അമ്മേ, ചിന്തിക്കണം. ഉടനെ പ്രകാശൻ ഫോൺ എടുക്കുകയാണ്. അമ്മ ഇപ്പം എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ പ്രകാശൻ സെൽഫി എടുക്കാനായിട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് പ്രകാശൻ പറയണം, അമ്മേ കുറച്ച് നില്ലമ്മേ, നില്ല്, ഞാനൊന്ന് കുനിയട്ടെ. ഞാനേ കുനിയാതെ അമ്മയ്ക്കൊപ്പം നിന്ന് എനിക്ക് എടുത്താലേ അമ്മയെ കിട്ടത്തില്ല, കുനിയാതെ നിന്ന് ഞാൻ സെൽഫി എടുത്താലേ അമ്മയെ കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശം അമ്മയും കുട്ടി നിൽക്കുന്ന 2-3 സെൽഫിയൊക്കെ എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മൂങ്ങ ഭയങ്കര ഹാപ്പി ആവുകയാണ്. എന്നിട്ട് സെൽഫി എടുത്തത് നമ്മുടെ മൂങ്ങയെ കാണിക്കുകയാണ്. പ്രകാശം പറയാണ്, എടാ പ്രകാശ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ഒരുങ്ങി നിൽക്കുന്ന ഈ ഒരു ലുക്കിലുണ്ടല്ലോ, ആ കിരണിൻ്റെയും കല്യാണിയുടെയും വീട്ടിലങ്ങോട്ട് ചെന്ന് കയറിയാലോ? ഇടിച്ചങ്ങ് കയറണം, എന്നിട്ടേ നമ്മളെ ഈ കോലത്തിൽ അവരെ ഒന്ന് കാണണം. അപ്പോൾ ഉടനെ പ്രകാശം പറയണേ, വേണ്ടമ്മേ, ഇപ്പം പോണ്ട, ഇപ്പം എന്തായാലും നമ്മളൊരു നല്ല കാര്യത്തിനായിട്ട് പോകാൻ ഇറങ്ങിയിരിക്കുകയല്ലേ, അപ്പോൾ അതാദ്യം നടക്കട്ടെ. അതേ സമയത്തുണ്ടല്ലോ താഴെ ഓമന ചേച്ചിയും അതുപോലെ നമ്മുടെ കാർത്തികയും കൂടി അവിടെ വെയിറ്റ് ചെയ്യണം, ഇവർ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഓമന ചേച്ചിയോട് നമ്മുടെ കാർത്തിക പറയാണ്, ഓമന ചേച്ചി, കിളവനും ഉണ്ടല്ലോ, ഇതിപ്പരം സന്തോഷമില്ലാതെ അടയ്ക്കുകയാണ്. അവർ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ അവരെ എല്ലാ കാര്യങ്ങളും അങ്ങ് ഏൽപ്പിച്ചു, നമ്മൾ അവർക്ക് ഇവിടെ അവരെ അങ്ങ് ദത്തെടുത്തു എന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, എത്ര നാളിങ്ങനെ പോകുമെന്ന് കാണാമല്ലോ. അവസാനം ഉണ്ടല്ലോ, ഈ കിളവിക്കും അയാൾക്കും കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയാമോ? ഞാനിങ്ങനെ പൊക്കി അങ്ങ് ഒരുപാട് മേലങ്ങ് കൊണ്ടെത്തിക്കും, എന്നിട്ട് ഠമാന്ന് പറഞ്ഞങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോഴാണ് മൂട് കുത്തി വീഴുന്നതിൻ്റെ സുഖം 2 ആളും അറിയുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് കാർത്തിക പറയുന്നത്, അവർക്ക് ഇതൊന്നും അനുഭവിച്ചാൽ പോരാ, സ്ത്രീകളെ വെറുക്കുന്ന ഈ അമ്മയും മോനും ഉണ്ടല്ലോ, ഇവരെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓമന പറയണേ, എൻ്റെ മോളെ, ഇപ്പോൾ ഇവിടെ ഇച്ചിരി സ്വാതന്ത്ര്യ കൂടുതലൊക്കെ ഉണ്ട്. ആ കിളവിയുണ്ടല്ലോ, വന്ന് എന്നെ കൂടി ഭരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ എന്തെടുത്താലും പിടിച്ചാലും അതിലെല്ലാത്തിലും വരും എന്നെ ഭരിക്കാനായിട്ട്. സാരമില്ല ചേച്ചി, അങ്ങ് വിട്ടേരാ, അവരെയൊക്കെ നമുക്ക് വലിച്ചു കീറി ഒട്ടിക്കാനുള്ള സമയമല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അവർ ജയിച്ച് നിൽക്കട്ടെ, പിന്നീട് നമുക്ക് വലിച്ചു കീറാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ കാർത്തിക.
അപ്പോൾ ആ സമയമുണ്ടല്ലോ രണ്ടുപേരും കൂടി ഇറങ്ങി വരികയാണ്, പ്രകാശനും അമ്മയും കൂടി. അപ്പോൾ തന്നെ പ്രകാശനും അമ്മയും ഇറങ്ങി താഴെ എത്തുകയാണ്. അപ്പോൾ നമ്മുടെ കാർത്തിക കാണുമ്പോൾ പറഞ്ഞു, ആഹാ അമ്മൂമ്മയെ കാണാനങ്ങ് സൂപ്പറായിട്ടുണ്ടല്ലോ, എന്താ ആട്ടിയത്തം അമ്മൂമ്മയെ കണ്ടപ്പോഴത്തേക്ക്. അപ്പം നമ്മുടെ എന്താ പറയുന്നത്, അപ്പം നമ്മുടെ മൂങ്ങ പറയണത്, അതേ മോളെ എല്ലാവരും പറയാറുണ്ട് എന്നെ കാണാൻ നല്ല ഭംഗിയാണെന്ന്, പണ്ട് തൊട്ടേ എല്ലാവരും പറയാറുണ്ട്. ആ അമ്മൂമ്മേ, അപ്പോഴേ അമ്മൂമ്മയുടെ അടുത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാനായിട്ട് ഇരിക്കുകയായിരുന്നു. നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ബേക്കറിയുടെ കാര്യമാണ്, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടേ കുറച്ച് അച്ചാറും സംഭവങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു മേൽനോട്ടം അമ്മൂമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അമ്മൂമ്മയ്ക്ക് നന്നായിട്ട് അച്ചാറും അതുപോലെ അത്യാവശ്യം ബേക്കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാലോ. അപ്പോൾ അതൊക്കെ അമ്മൂമ്മ തന്നെ ചെയ്യണം. പിന്നെ എന്താ കുഞ്ഞേ, ഞാനേ പണ്ട് തൊട്ടേ നന്നായിട്ട് പാചകം ചെയ്യുമായിരുന്നു. ദേ ഇവൻ്റെ കെട്ടിയുള്ള ദീപയുണ്ടല്ലോ, വന്ന സമയത്ത് ഒരു കുന്തവും അവൾക്ക് അറിയില്ലായിരുന്നു, ഒക്കെ ഞാനാ അവൾക്ക് പറഞ്ഞു കൊടുത്തത്. അപ്പോഴേ എല്ലാം എൻ്റെ മേൽനോട്ടത്തിലായിരിക്കും. എൻ്റെ പൊന്നു കുഞ്ഞ്, ഒറ്റ മനുഷ്യരെ ഞാൻ വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ നോക്കിക്കോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പ്രകാശിനോട് പറയണം, അച്ഛന് ഈ ഡ്രസ്സ് ഇട്ടിട്ട് വളരെ നന്നായിട്ടുണ്ട് അച്ഛാ. സന്തോഷമുണ്ട് മോളെ, എല്ലാം നിൻ്റെ കരുണ കൊണ്ടല്ലേ. ഏയ് എന്തിനാ അച്ഛാ അങ്ങനെയൊക്കെ പറയുന്നത്, അച്ഛൻ വാ നമുക്ക് പോവാം. അങ്ങനെ അമ്മൂമ്മയും അച്ഛനെയും വിളിച്ചുകൊണ്ട് അമ്മയും വിളിച്ചുകൊണ്ട് അങ്ങനെ പോവുകയാണ്. നമ്മുടെ എന്താ കുട്ടിയുടെ പേര് മറന്നുപോയി, ദൈവമേ, കാർത്തിക വിളിച്ചിട്ട് പോവുകയാണ്. കൂടെ മറന്നു, ഭയങ്കര മറവിയാണ്. അങ്ങനെ കാർത്തിക വിളിച്ചിട്ട് പോവുകയാണ്. അച്ഛനെയും അമ്മൂമ്മയും മൂങ്ങയൊക്കെ കൂട്ടി അങ്ങനെ പോവുകയാണ്. അങ്ങനെ കാറിൽ കയറി അവരങ്ങ് പോവുകയാണ്. അതേ സമയത്ത് പിന്നീടെന്ന് വെച്ചാൽ അവിടെ ചെന്നതിന് ശേഷമുള്ള കാര്യമാണ്, നമ്മുടെ കാർത്തികയെ വെയിറ്റ് ചെയ്ത് നമ്മുടെ കാർത്തികയുടെ അമ്മ ഒരു പ്രത്യേക ക്യാബിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ കാർത്തിക കയറി ചെല്ലുകയാണ്. കാർത്തിക ചെന്നിട്ട് പറയണം, അമ്മയുടെ മുൻകാല ഭർത്താവ് എത്തിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അമ്മ പറയണം, എനിക്ക് അയാളെക്കുറിച്ച് കേൾക്കുന്നതേ ഇഷ്ടമല്ല, അയാളെക്കുറിച്ച് പറയാതിരുന്നൂടെ എന്നിങ്ങനെ ചോദിക്കണം. അമ്മയ്ക്ക് കാണണ്ടേ അയാളെ? എനിക്ക് അയാളെ കാണണം, അതിപ്പോഴല്ല മോളെ, എന്നാലും അമ്മ മറഞ്ഞു നിന്നൊന്ന് കണ്ടേരെ, കാണാലോ കിളവനെ എന്നൊക്കെ ഇങ്ങനെ ആക്കുകയാണ്. അതിനുശേഷം കാർത്തിക പറയണം, ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ, അവരെ ഇവിടെ ഈ കൊണ്ടുവന്നപ്പോഴുണ്ടല്ലോ പുതിയ ഡ്രസ്സും ഒക്കെ വാങ്ങിച്ചിട്ട് കൊടുത്ത് ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടാളിനെയും കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയും ആ സന്തോഷം അങ്ങനെ അങ്ങ് പോവും, എല്ലാം ഞാൻ കണ്ടറിഞ്ഞ് ചെയ്യും. അവസാനം ഇവരെ ഞാൻ വലിച്ച് കീറും. അപ്പോൾ നമ്മുടെ കാർത്തികയുടെ അമ്മ പറയാണ്, മോളെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, സരസ്വതി കടാക്ഷമുള്ള ഈ കെട്ടിടത്തിനകത്ത് ഈ രണ്ടെണ്ണത്തിനെ കാലുകുത്താൻ നീ അനുവദിക്കരുതായിരുന്നു. ഇതൊക്കെ കാലുകുത്തുന്നിടം മുടിഞ്ഞു പോവും മോളെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കാർത്തിക പറയാണ്, അമ്മേ ഇവിടെ കാല് കുത്താതിരുന്നാൽ പറ്റില്ലല്ലോ. ഇന്ന് ഭദ്രദീപമൊക്കെ ഉദ്ഘാടനമൊക്കെ നമ്മൾ രാവിലെ തന്നെ നടത്തി. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വെറും പ്രഹസനമല്ലേ, അതിന് വേണ്ടിയിട്ട് മാത്രമല്ലേ ഇതിനെയൊക്കെ കൊണ്ടുവന്നത്. പിന്നെ കൊണ്ടുവരാതിരിക്കാനും പറ്റില്ലല്ലോ അമ്മേ, നമ്മുടെ അവസ്ഥ അതായി പോയില്ലേ. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എല്ലാം കറക്റ്റിന് വരണമെന്നുണ്ടെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ, അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവന്നത് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ കാർത്തിക. അതിനുശേഷം കാർത്തിക പറയണം, അമ്മേ പിന്നൊരു കാര്യമുണ്ട്, അച്ചാറിൻ്റെയും മറ്റും മേൽനോട്ടം ഞാൻ അമ്മൂമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ആ കിളവിയെ. അപ്പോൾ ഉടനെ നമ്മുടെ കാർത്തികയുടെ അമ്മ പറയാണ്, മോളെ അവർക്ക് നന്നായിട്ട് പാചകം ചെയ്യാനറിയാം, അവർക്ക് മാത്രമല്ല അവരുടെ അമ്മയ്ക്കും നന്നായിട്ട് പാചകം ചെയ്യാനറിയാം. ഞാൻ നേരത്തെ അവരുണ്ടാക്കിയിട്ടുള്ളതൊക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ളതാണല്ലോ. പക്ഷേ അവർക്ക് പാചകം ചെയ്യാൻ അറിയാമെങ്കിലും അവരുടെ കാല് കുത്തുന്നിടം മുടിഞ്ഞു പോകത്തേ ഉള്ളൂ, അത്ര എരണം കെട്ടവരാ അവർ എന്നിങ്ങനെ പറയണം. അപ്പോൾ ആ സമയത്തിന് കാർത്തിക പറയാണ്, സാരമില്ലമ്മേ പോട്ടെ, എത്ര നാളത്തേക്കാണിത്, അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ എന്നിങ്ങനെ പറയണം. അപ്പോൾ കാർത്തികയുടെ അമ്മ പറയാണ്, എനിക്ക് കാണണം, അവനെയും കാണണം, അവൻ്റെ അമ്മയും കാണണം, ഞാൻ മാറി നിന്ന് കാണും മോളെ. ഒരു ദിവസം ഞാൻ നേർക്ക് നേരെ വരുമ്പോഴുണ്ടല്ലോ രണ്ടുപേരെയും ഞാൻ എൻ്റെ കാൽ ചുവട്ടിലിട്ട് ചവിട്ടി അരയ്ക്കും എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുന്നത്, എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഭദ്രദീപം കൊളുത്തുന്നതിന് മുമ്പായിട്ട് അവിടെ ആ ഒരു കമ്പനിയിലുള്ള സ്റ്റാഫുകളൊക്കെ മാറി നിൽക്കുകയാണ്, കുറേ പെൺകുട്ടികൾ അവർ മാറി നിൽക്കുകയാണ്, എന്നിട്ട് സെക്യൂരിറ്റി മാറി നിൽക്കുകയാണ്. ഇവരെല്ലാം കൂടെ ഒരു കൂട്ടമായിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ പ്രകാശനും അതുപോലെ മൂങ്ങയും അങ്ങോട്ട് ചെല്ലുകയാണ്. കുറച്ച് ആളുകളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോഴിങ്ങനെ നോക്കിയിട്ടാണ് നമ്മുടെ മൂങ്ങ പറയുന്നത്,
ഇതിനെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന കണ്ടില്ലേ പ്രകാശ? ഇതൊക്കെ ഉണ്ടല്ലോ മൊത്തം കള്ളക്കൂട്ടങ്ങളാണ്. മൊത്തം കള്ളക്കൂട്ടങ്ങളാണ്. ഇവളുമാരൊക്കെ അല്ലേ ഇവിടുത്തെ ജോലിക്കാരികൾ. ഇവളെയൊക്കെ വരച്ച വരയിൽ നിർത്തണം പ്രകാശ, അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാം കട്ടുമുടിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രകാശൻ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മൂങ്ങ ആ കുട്ടികളുടെ അടുത്തായിട്ട് പറയുകയാണ്, ദേ കൊച്ചുങ്ങളെ, നീയൊക്കെ ഇവിടെ ജോലിക്ക് വന്നവരാണെന്നുള്ള ബോധം വേണം കേട്ടോ. ഒന്നും കട്ടുമുടിക്കരുത്, ഒന്നും കൈയിട്ട് വാരിക്കൊണ്ട് പോവരുത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ അത്തരക്കാരല്ല മുമ്മേ. അത്തരക്കാരല്ലെന്നോ? എല്ലാ അവളുമാരും ആദ്യം ഇങ്ങനെയൊക്കെ പറയൂ. ദേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മേൽനോട്ടം ഉണ്ടല്ലോ ഞാനും എൻ്റെ ഈ മോനുമാണ്. പറഞ്ഞേക്കാം, കാർത്തിക കുഞ്ഞെ എല്ലാം ഞങ്ങളെയാ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടേ ഇവിടെ വന്നിട്ട് തരികിട പരിപാടിയൊന്നും കാണിക്കാൻ നിൽക്കരുത്. നല്ല വൃത്തിയായിട്ട് എല്ല് മുറുകെ പണിയെടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ മുത്തശ്ശി. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കാർത്തികയും അതുപോലെ തന്നെ നമ്മുടെ വക്കീലും കൂടിയാണ് വരുന്നത് കേട്ടോ. ലക്ഷ്മിയുടെ അടുത്തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വക്കീലാണ് വന്നിട്ട് നമ്മുടെ കാർത്തികയെ വിളിക്കുന്നത്, ഫംഗ്ഷൻ തുടങ്ങാറായി ഇറങ്ങി വാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് കാർത്തികയെ കൂട്ടിക്കൊണ്ട് നമ്മുടെ വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ മൂങ്ങ നമ്മുടെ പ്രകാശനോട് പറയണം, നോക്കടാ പ്രകാശ, നോക്കടാ മോനെ, ദോ ലവനില്ലേ, അവനാണ് കാർത്തിക മോക്ക് എല്ലാം ഓതി കൊടുക്കുന്നത്. അവന് അതിനാണ് കൊണ്ടു കിടക്കുന്നത്. അവൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതിനി അനുവദിച്ച് കൊടുത്തുവിടടാ പ്രകാശ. എല്ലാം ഇനി നിൻ്റെ പരിധിയിലാവണം. ദേ അവൻ്റെ സ്ഥാനത്തേക്കുണ്ടല്ലോ നീ ഇടിച്ച് കയറണം. അതിനുശേഷം ഉണ്ടല്ലോ അവനെ ഇവിടുന്ന് അടിച്ചിറക്കണം. അവൻ ഓടിയാലുണ്ടല്ലോ അവന് ഓട്ടം മുഴുക്കരുത് എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറയണം. അവന് ഓട്ടം മുഴുക്കരുത് എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി പറയുകയാണ്. അപ്പോൾ പ്രകാശം പറയണം, ഒന്ന് സമാധാനപ്പെടാമേ, എല്ലാം നമുക്ക് നമ്മുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവരാം. അപ്പോൾ ഉടനെ നമ്മുടെ മുത്തശ്ശി പറയണം, അതേടെ പ്രകാശം, നമ്മുടെ കുഞ്ഞും കൂടി ഒന്ന് വന്നോട്ടെ. ഞാനും നീയും നമ്മുടെ കുഞ്ഞും കൂടി ചേർന്നുണ്ടല്ലോ ഈ കമ്പനിയിൽ വേണ്ടുന്ന സഹായങ്ങളെല്ലാം മോക്ക് ചെയ്തു കൊടുക്കുമുണ്ടല്ലേ. അവൾക്കുള്ള തമിഴ്നാട്ടിലെ കമ്പനിയിലൊക്കെ നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ പിടിവള്ളി നമ്മൾ മുറുക്കും. അതിനുശേഷം ഉണ്ടല്ലോ ഈ കമ്പനിയിലെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്ത് നടത്തിയിരിക്കും. എന്നിട്ട് മോളെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരിടത്തിരുത്തും. എന്നിട്ട് ഒടുക്കം ഇതെല്ലാം നമ്മുടെ കൈപ്പിടിയിലാവും എന്നിങ്ങനെ ഈ കിളവി പ്രകാശിന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. എല്ലാം ഒടുവിൽ എനിക്ക് നിനക്ക് മാത്രം സ്വന്തമാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ കാർത്തിക വരികയാണ്. കാർത്തിക വന്നിട്ട് പറയുകയാണ്, അച്ഛൻ ഭദ്രദീപം കൊളുത്ത് എന്നിങ്ങനെ പറയുകയാണ്. ഉടനെ പ്രകാശൻ ഇങ്ങനെ അമ്മയെ നോക്കുകയാണ്. എന്നിട്ട് പറയണ, അത് മോളെ, അമ്മ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഭദ്രദീപം കൊളുത്തുന്നത് ശരിയല്ലല്ലോ. മാതാ പിതാ ഗുരുർ ദൈവം എന്നല്ലേ പറയുന്നത്. ഏതൊരു നല്ല കാര്യം ചെയ്താലും ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അമ്മ തന്നെ ആദ്യം ചെയ്യട്ടെ. വേണ്ടടാ പ്രകാശ, എൻ്റെ പ്രകാശം ചെയ്താലും ഞാൻ ചെയ്താലും ഒരുപോലെയല്ലേ, നീ തന്നെ ചെയ്യടാ മോനെ. അപ്പോൾ ഉടനെ പ്രകാശം പറയണം, അത് വേണ്ടമ്മ, അമ്മ തന്നെ ചെയ്യുക ആദ്യത്തെ തിരി, അതിനുശേഷം ഞാൻ കൊളുത്താം. അങ്ങനെ നമ്മുടെ മൂങ്ങ ഫസ്റ്റ് തിരി കത്തിക്കുകയാണ്. നമ്മുടെ കനലെരിയുന്ന കണ്ണുകളോടുകൂടി നമ്മുടെ കാർത്തികയുടെ അമ്മ ജനാലയ്ക്കരികിൽ വന്ന് നിന്നും കാണുകയാണിതൊക്കെ. അങ്ങനെ നമ്മുടെ കാർത്തികയുടെ അമ്മ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം കാർത്തിക ഇങ്ങനെ കനലെരിയുന്ന കണ്ണുകളോടുകൂടി നമ്മുടെ കാർത്തികയും നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ മൂങ്ങ കത്തിച്ചതിന് ശേഷം ഭദ്രദീപം ദേ കത്തിക്കുന്നു, നമ്മുടെ പ്രകാശം കത്തിക്കുന്നു. അതിനുശേഷം ദേ നമ്മുടെ കാർത്തിക മേടിച്ച് കത്തിക്കുകയാണ്. അതിനുശേഷം ആരാണ് കത്തിക്കുന്നത്? നമ്മുടെ വക്കീലിനെ കൊണ്ട് കത്തിപ്പിക്കുകയാണ്. ഇതൊന്നും മൂങ്ങയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, വക്കീൽ കത്തിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം നമ്മുടെ കാർത്തിക പറയുകയാണ്, അവിടെ നിൽക്കുന്ന സ്റ്റാഫിലൊരു പെൺകുട്ടിയോട് പറയുകയാണ്, വന്ന് കത്തിക്കാൻ പറയുകയാണ്. അങ്ങനെ ആ സ്റ്റാഫ് അവരുടെ സ്റ്റാഫായിട്ടുള്ള ഒരു കുട്ടി വന്നിട്ട് കത്തിക്കുമ്പോൾ നമ്മുടെ മൂങ്ങ പ്രകാശനോട് പറയണേ, എടാ പ്രകാശ, ഇവളിതെന്ത് മണ്ടത്തരായി കാണിക്കുന്നത്? ഇവിടെ വേലയ്ക്ക് വന്നിരിക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ടാണോ ഈ വിളക്കൊക്കെ കത്തിക്കുന്നത്? എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുത്തശ്ശി നിൽക്കുകയാണ്. മിണ്ടാതിരി. അങ്ങനെ ഭദ്രദീപം കത്തിക്കൽ ചടങ്ങൊക്കെ അവിടെ അങ്ങ് നടക്കുകയാണ്. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനോഹറിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ മനോഹറും നമ്മുടെ നിഷയും കൂടി, നിഷ പെട്ടു മോളെ, നീ പെട്ടു. അങ്ങനെ നമ്മുടെ നമ്മുടെ നിഷയും മനോഹറും കൂടി ഇങ്ങനെ ജ്വല്ലറിയിലിരിക്കുകയാണ്. അപ്പോൾ ജ്വല്ലറിയിലിരിക്കുന്ന സമയത്ത് നിഷ നമ്മുടെ മനോഹറിന് വേണ്ടിയിട്ട് ഓർണമെൻറ്റ്സ് കൈ ചെയിൻ തിരഞ്ഞെടുക്കുകയാണ്, ബ്രേസ്ലെറ്റ് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഒരു ബ്രേസ്ലെറ്റ്
ബ്രേസ്ലെറ്റ് നമ്മുടെ കാർത്തികയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ കാർത്തിക അതെടുത്തിട്ട് കാണിക്കുകയാണ്. ഇത് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ മോളു ഇത്രയും കനത്തതോ, ഇത് ഒത്തിരി സ്വർണ്ണമാവും, എന്തിന് ഇതൊരു 5-6 പവനല്ലേ വരുള്ളൂ. അപ്പോൾ അവിടെ ചോദിക്കുകയാണ് ഇത് എത്ര പവൻ വരുമെന്ന്. അപ്പോൾ സ്റ്റാഫ് പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊരു 6 പവനുണ്ട്. 6 പവനല്ലേ ഉള്ളൂ റോണിയേട്ടാ, റോണിയേട്ടന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് തന്നാലാണ് മതിയാവുന്നത്? എൻ്റെ വിവാഹത്തിന് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് 101 പവൻ്റെ സ്വർണ്ണമാണ് തരാമെന്ന് വിചാരിച്ചത്. എൻ്റെ ചേച്ചി ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അവൾക്ക് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് എനിക്ക് 101 പവൻ്റെ സ്വർണ്ണം തരും. പിന്നെ ഏതാണ്ട് ഒരു 19 പവൻ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്, അതുകൂടി എടുക്കും. പിന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ കൂടി എനിക്ക് തരുമല്ലോ. അപ്പോൾ അതെല്ലാം കൂടി എനിക്ക് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ വന്നത് റോണിയേട്ടന് വേണ്ടിയിട്ട് നല്ലൊരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. ഓ മോളും ഇങ്ങനെ നിർബന്ധിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ല മോളൊന്ന് ഇട്ട് തന്ന റിങ് എൻ്റെ വിരലിലുണ്ടല്ലോ, ഇനി ബ്രേസ്ലെറ്റ് വേണോ? അത് കിടക്കട്ടെ റോണിയേട്ടാ, അതിനെന്താ, എൻ്റെ ഒരു സന്തോഷമല്ലേ. ആ മോളുവിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മോള് വാങ്ങിച്ചിട്ട് താ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ ഓരോന്നായിട്ട് നോക്കി പറക്കുകയാണ് നമ്മുടെ നിഷ. ഇങ്ങനെ നോക്കിയിരിക്കണം. ഓരോ ബ്രേസ്ലെറ്റ് എടുക്കും വെക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനോഹർ ഒരു അതിമനോഹരമായ കാഴ്ച കാണുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ സോണിയും ഹസ്ബൻഡും കൂടി വരികയാണ്, സോണിയും ആൽബിയും കൂടി വരികയാണ്. അവരെ കണ്ട ഉടനെ നമ്മുടെ മനോഹറിൻ്റെ മനോനില തെറ്റി എന്ന് വേണം പറയാൻ. മനോഹർ അപ്പോഴേ വിചാരിക്കുകയാണ്, ഈശ്വര ചതിച്ചു. എനിക്ക് അതായത് ഈ ഒരു ജില്ലയിൽ എനിക്ക് അറിഞ്ഞൂടാത്തതായിട്ട് 2 ജ്വല്ലറികളെ ഉള്ളായിരുന്നു, ഞാൻ പോയിട്ടില്ലാത്തതായിട്ട്. ബാക്കിയുള്ള എല്ലായിടത്തെ ആളുകൾക്ക് എന്നെ അറിയാം, ഞാൻ ഓരോ പെൺകുട്ടികളെയും കൊണ്ട് വരുന്നതും അറിയാം. അപ്പോൾ അതൊന്നും ഒഴിവാക്കാനായിട്ടാണ് ഒരു പരിചയമില്ലാത്ത ഈ ജ്വല്ലറിയിലേക്ക് ഇവളെയും വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഒരുത്തിയും കൂടെ വരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, എല്ലാം പൊളിയുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ മനോഹർ വിട്ടുകൊടുക്കോ? മനോഹർ പറയുന്നത്, മോളു ഇത് സെലക്ട് ചെയ്യ്, എൻ്റെ പരിചയത്തിലുള്ളൊരു 2 പേരാണ് വരുന്നത്, ഞാൻ അവരുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് മനോഹർ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സോണി ചോദിക്കുകയാണ്, എന്താടാ അവിടെ, നിൻ്റെ വലയിൽ വീണ പെൺകുട്ടിയാണോ ആയിരിക്കുന്നത്, പുതിയ ഇരയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മനോഹർ പറഞ്ഞു, ഏയ് അങ്ങനൊന്നുമല്ല, അവള് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. നിൻ്റെ ഫ്രണ്ട്? അപ്പോൾ ഉടനെ മനോഹർ പറയണേ, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ നാറ്റിക്കരുത് പ്ലീസ് എന്നൊക്കെ പറയാണ്. മനോഹർ പറയാണ്, പ്ലീസ് ദയവ് ചെയ്ത് അവിടെ മുന്നിൽ വെച്ച് എന്നെ നാറ്റിക്കരുത് എന്ന് പറയാണ്. ഇല്ല ഇപ്പം ഇല്ല, പക്ഷേ നിനക്കുള്ളത് തരുന്നുണ്ട് എന്നിങ്ങനെ പറയണം. അതിനുശേഷം സോണി ആൽബി മാറിപ്പോയിരിക്കുകയാണ്. അവർ മാറിപ്പോയിരുന്ന് ഗോൾഡ് അവർക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മാറിപ്പോയിരിക്കുകയാണ്. അപ്പോൾ മാറിപ്പോയിരുന്നിട്ട് സോണിയും ആൽബിയും അങ്ങോട്ട് ഇവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകാശനല്ല, അപ്പോൾ നമ്മുടെ മനോഹർ ആകെപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മനോഹർ വിചാരിക്കണം, ഈശ്വര അവിടെ ഇരുന്നിട്ട് എന്നെ തന്നെയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനോഹർ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് സോണിയോട് ആൽബി ചോദിക്കുകയാണ്, ഇവൻ്റെ ഈ കള്ളത്തരം ഒന്ന് പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സോണി പറഞ്ഞു, പിന്നില്ലാതെ ഇനി അവൻ ഓരോ പെൺകുട്ടികളെ അങ്ങനെ ദ്രോഹിക്കാനായിട്ട് ഇരിക്കരുത്, ഇതങ്ങനെ വിട്ട് കൊടുത്തുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൽബിയും സോണിയും ഇങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നമ്മുടെ നിഷ ചോദിക്കുകയാണ് നമ്മുടെ മനോഹറിനോട്, ഫ്രണ്ടിനെ കണ്ടിട്ട് വന്നതിന് ശേഷം മനസ്സിന് നല്ല സുഖമില്ലെന്ന് തോന്നുന്നല്ലോ, നേരത്തെ കാണുന്ന ആ ചിരിയും കളിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഉടനെ മനോഹർ പറയണ, എൻ്റെ നിഷമോളു അത് വേറൊന്നും കൊണ്ടല്ല, കുറേ നാളായില്ലേ അവരെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അമേരിക്കക്കാരനാണ്. അമേരിക്കയിൽ വെച്ചുള്ളൊരു സൗഹൃദമാണ് എനിക്ക് ആ പെൺകുട്ടിയായിട്ടുള്ളത്. അങ്ങനെ അവരുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ പഴയ സൗഹൃദങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കെന്തോ പോലെ തോന്നി. വേറെ ഒരു വിഷയമില്ല മോളു എടുക്ക്. അപ്പോൾ ഉടനെ നിഷ പറയണം, വേറെ വിഷമമൊന്നുമില്ലല്ലോ. ഒരു വിഷമമില്ല, മോളും എടുക്കാനുള്ള എടുത്തെങ്കിൽ ബാ നമുക്ക് പോവാം, എത്രയും പെട്ടെന്ന് പോവാം. അതെന്താ വെപ്രാളം, എന്താ റോണിയേട്ടാ, എന്ത് പറ്റി? ഏയ് ഒന്നും ഉണ്ടായിട്ടല്ല മോളു, നമ്മളിപ്പോൾ വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ പിടി കിട്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇവരിനി ആകെ കുളമാക്കുമോ എന്നുള്ള ടെൻഷനിൽ നമ്മുടെ മനോഹർ ഇങ്ങനെ ഇരിക്കുകയാണ്. നിഷയാണെങ്കിൽ നിഷ മണ്ടിക്കൊന്നും മനസ്സിലായിട്ടില്ല, അങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ സോണി ആൽബി ആണെങ്കിൽ ഇവരുടെ എല്ലാ പദ്ധതികളും പൊളിക്കും എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ്, ഇത് സത്യം പറയുകയാണെങ്കിൽ ഇത് ഇന്നലത്തെ 29-ാം തീയതിയിലെ എപ്പിസോഡാണിത്. ഇന്നലെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് നേരത്തെ ഇടുന്നത് ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരെല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.